മിസ്റ്റർ വിക്ടർ ജോർജ്, എൻ്റെ അറിവിൽ താങ്കളൊരു US മെറീനായിരുന്നു കുറേ കാലം. അതിനുശേഷം നിങ്ങളുടെ LAPD ഓഫീസറായിരുന്നു. ഇപ്പോൾ താങ്കൾ വേറൊരു കരിയറിലേക്ക് മാറിയിരിക്കുകയാണ്, ഡിജിറ്റൽ മീഡിയ, യൂട്യൂബ്. എന്താണ് ഈ ഒരു ഷിഫ്റ്റിന് മെയിനായിട്ട് താങ്കളെ വികാരം, ഇതിന് പുറകിൽ വികാരം? ആദ്യം തന്നെ ഞാൻ ഒരു തെറ്റിദ്ധരുത്തട്ടെ, മെറീൻ ആയിരുന്നില്ല, ഞാനൊരു US ആർമി വെറ്ററനാണ്. ഒപ്പം തന്നെ ഞാനൊരു ലോസ് ആഞ്ചലസ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥനായിരുന്നു, LAPD ഉദ്യോഗസ്ഥനായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഞാൻ പോലീസിന്റെ തൊഴിൽ ഉപേക്ഷിച്ചിട്ടാണ് ഞാനിപ്പോൾ നമ്മുടെ ലോസ് ആഞ്ചലസിൽ നിന്നും ഒരു 1.5 മണിക്കൂർ ദൂരെയുള്ള ഈ കുന്നിൻ മുകളിലേക്ക് താമസം മാറ്റിയത്. പോലീസ് ജോലി എന്ന് പറഞ്ഞാൽ സത്യം പറയാലോ നല്ല പണിയാണ്. നൈറ്റ് ഷിഫ്റ്റും ഒടുക്കത്തെ പണി, 10-16 മണിക്കൂർ, 10-18 മണിക്കൂർ ജോലിയാണ്. ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ വന്ന് പിന്നെ എന്തിനാ ജീവിച്ചിട്ട് എന്താ കാര്യം പറയുമ്പോൾ ജോലിയല്ലേ തൊഴിലല്ലേ എന്നൊക്കെ പറയാം. പിന്നെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ പോലീസ് എന്ന് പറഞ്ഞാൽ കള്ളനെ പിടിക്കലാണല്ലോ. ഈ കള്ളന്മാര് ഒരു വെളുപ്പിന് 4 മണി 5 മണി നേരത്താണ് മോഷണത്തിന് വരണേ. അപ്പൊ നമ്മൾ 6 മണിക്ക് ജോലി തുടങ്ങിയതാ, പിറ്റേ ദിവസം തലേദിവസം സന്ധ്യക്ക് 5 മണിക്ക് റോൾ കോള്, 6 മണിക്ക് ഡ്യൂട്ടി തുടങ്ങി പെട്രോൾ കാർ എടുത്ത് ഇറങ്ങണ്. അത്ര നേരം ഇവന്മാർക്ക് കക്കാനും സമയമില്ല, ഒന്നിനും നേരമില്ല. ഒരു 1 മണി 2 മണി ആകുമ്പോഴേക്കും കക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡ്യൂട്ടി കഴിഞ്ഞ് 6 മണിക്ക് ഡ്യൂട്ടി, 12 മണിക്കൂർ ഡ്യൂട്ടി, 6 തൊട്ട് രാവിലെ 6 വരെ, വെളുപ്പിന് 6 വരെ. ഈ നൈറ്റ് മുഴുവനും വെസ്റ്റ് ഇടണം, തോക്കും കുന്തവും കുടച്ചക്രവും എല്ലാം കൊണ്ട് ഈ ഡ്യൂട്ടി നടന്ന് ഇവന്മാര് 4 മണി 5 മണി നേരത്ത് കക്കാൻ ഇറങ്ങും. ഈ മോഷണത്തിന് ഇറങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ ഇവനെ ഓടിച്ചിട്ട് പിടിച്ചിട്ട് പിന്നെ ഇവനോട് ചോദിക്കുന്നു. നമ്മുടെ നാട്ടിലെ പോലെയല്ല, നമ്മുടെ നാട്ടിലെ സ്ഥല എന്ന് പറഞ്ഞാൽ നല്ല അലക്കിയിട്ട് നമുക്ക് പരിപാടി അവന് പണി പഠിപ്പിച്ചു കൊടുക്കായിരുന്നു. ഇവിടെ എന്ന് പറഞ്ഞാൽ മോനെ നിന്റെ കാലുവേദന ഉണ്ടോടാ, നിനക്ക് കൈവേദന ഉണ്ടോടാ, എന്തൊക്കെ നിനക്ക് വേദന. അത് കഴിഞ്ഞ് ഇവന്റെ ഒരു 25 പേപ്പർ ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കണം. ഞാൻ അവൻ അവിടെ കണ്ടു, ഇവൻ കക്കാൻ പോയി, ഇവൻ കട്ടത് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കി. അത് കഴിഞ്ഞ് ഇവന് വേറെ ജയിലിൽ കൊണ്ടുവന്നാക്കിയിട്ട് വേണം എനിക്ക് എൻ്റെ വീട്ടിൽ പോവാൻ. അപ്പൊ ഈ 12 മണിക്കൂർ 6 മണിക്ക് ഇറങ്ങേണ്ട ഞാന് 16-18 മണിക്കൂർ ഡ്യൂട്ടി കഴിഞ്ഞിട്ടാണ് ഞാൻ വീട്ടിൽ പോണേ. തന്നെയല്ല, ഇത്രയൊക്കെ ചെയ്തിട്ട് എൻ്റെ അളിയ 4000 ഉലുവീണ് എണ്ണി തരണേ. ആർക്ക് വേണം ഈ 4000 ഉലുവ? നമുക്കൊരു $10,000 കിട്ടിയാലാ ഈ ജോലിക്കൊക്കെ നമുക്ക് പോവാൻ പറ്റുള്ളൂ എൻ്റെ അളിയ. അപ്പൊ ഞാൻ തന്നെയല്ല, ഈ പോലീസ് ജോലി നമുക്ക് ഇതിന്റെ പേരിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പൊ ഞാൻ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഒരു ദിവസം ഈ മീഡിയ 1 ചാനൽ കണ്ടു. അതിൽ പ്രമോദ് രാമൻ ഇരുന്ന് പറയാണ്, വേറെ ആരും സംസാരിക്കുന്നില്ലെങ്കിൽ നമ്മൾ പറയുന്നതൊക്കെ ബാക്കിയുള്ളവർ വിശ്വസിച്ചേനെ. നമ്മള് എല്ലാവരും കൂടിയും സത്യം വിളിച്ച് പറയുമ്പോൾ നമ്മുടെ ചാനലിന് പ്രവർത്തിക്കാൻ പറ്റില്ല. ഇവരൊക്കെ പാടിക്കൂടി നമ്മളെ 1400 വർഷം പിന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള പരിപാടിയായിട്ടാണ് ഈ പ്രമോദ് രാമന്റെ ഒക്കെ മീഡിയ 1. പിന്നെ ഒരു മെഗാസ്റ്റാർ, അയാളാണെങ്കിൽ അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന്റെ നേതാവാന്നും പറഞ്ഞിട്ട് ഒരു കൈരളി ചാനലും തുറന്നു വെച്ചേക്കണ്. ഇതൊക്കെ കണ്ടപ്പോ ഞാൻ തോന്നി എനിക്കൊരു പത്രക്കാരനാവുന്നു. അങ്ങനെ ഇറങ്ങി കഴിഞ്ഞപ്പോ എന്നോട് ചിലർ പറഞ്ഞു, നിന്റെ ഈ തൃശ്ശൂർ ഭാഷയൊന്നും കൊണ്ട് നീ പത്രപ്രവർത്തനം പോയി കഴിഞ്ഞാൽ അതൊന്നും നടക്കാൻ പോകില്ല എന്ന് പറഞ്ഞു. ഞാനിപ്പോ ഒരു വലിയൊരു പത്രപ്രവർത്തനായി. എല്ലാവരും എൻ്റെ ചാനൽ കാണാൻ തുടങ്ങി. എല്ലാവരും പറഞ്ഞു തൃശ്ശൂർ ഭാഷയിൽ വാർത്ത വായിച്ചാലും കുഴപ്പമില്ല, ഞങ്ങൾ കാണാൻ തയ്യാറാണെന്ന് അവര് എന്നോട് പറഞ്ഞു. പിന്നെ നമ്മൾ ഞാൻ അങ്ങനെയാണ് ഒരു പത്രക്കാരനായത്. ഞാനപ്പോ പത്രപ്രവർത്തനം ഒരു ഇതാക്കി ഇപ്പൊ നല്ലൊരു പത്രപ്രവർത്തനമായിട്ട് ഞാൻ മുന്നോട്ട് പോണു. ഓക്കെ, താങ്കളുടെ യൂട്യൂബിലെ വീഡിയോസ് ഒക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. താങ്കളുടെ തുടക്കം മുതലുള്ള വീഡിയോസിൽ ഒരു സ്പെസിഫിക് കമ്മ്യൂണിറ്റി മാത്രം ടാർഗറ്റ് ചെയ്യുന്ന ഒരു പരാതി വരുന്നുണ്ട്. എന്തുകൊണ്ടാണ്? താങ്കൾ ശ്രദ്ധിക്കുന്നുണ്ടോ? താങ്കൾ ഈ വിഷയങ്ങൾ സെലക്റ്റീവ് എടുക്കുന്നതാണോ? എന്താണ് കാരണം? അതില് വേറെ ഘടകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ, ഇപ്പൊ ഈ എന്റെ ഏറ്റവും നല്ല സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാല് മുസ്ലിം കമ്മ്യൂണിറ്റി എന്നുള്ളവരാണ്. അവരുമായിട്ടാണ് എനിക്ക് ഏറ്റവും അടുപ്പം. ഈ പറഞ്ഞ കമ്മ്യൂണിറ്റി എന്നുള്ള വ്യക്തികൾ തന്നെ എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നീ പറയുന്നത് ഒരു 30%-40% ശരിയാണ്. അപ്പൊ ഞാൻ അവരോട് പറയും 30-40%, ഞാൻ പറഞ്ഞ 70% കാര്യങ്ങളും ശരിയാണ്. നമ്മൾ അതിനെ ഒരു കേരളത്തിലെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിലേക്ക് കൊണ്ടുവരുമേ, ഇവര് 25% പോകുന്ന ന്യൂനപക്ഷമാണെങ്കിലും കേരള സംസ്ഥാനത്ത് കോൺഗ്രസ് പാർട്ടിനെയും ഇടതുപക്ഷത്തിനെയും കമ്മികളെയും ഒക്കെത്തിനെയും സ്വാധീനിച്ച് 75% നമ്മുടെ എല്ലാം കൊണ്ടുപോകുന്നത് ഈ കമ്മ്യൂണിറ്റിയാണ്. അത് ഇടതായാലും വലതായാലും അവര് വില പേശി സംഘടിച്ച് കൊണ്ടുപോകും. ബാക്കി പോരുന്ന
ഭൂരിപക്ഷമായ ഹൈന്ദവ ക്രൈസ്തവ സഹോദരങ്ങൾക്ക് ഒന്നുമില്ലാത്ത അവസ്ഥയാണ്. അതിന് ഉദാഹരണമാണ് ഞാനിപ്പോ എപ്പോഴും അഭിമാനത്തോടെ പറയുന്ന കാര്യമാണ് വഖഫിന്റെ കേസ്. മുനമ്പം പ്രദേശത്തുള്ള മുക്കവരെ ഒരുത്തൻ അവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ ഒക്ടോബർ 3-ാം തീയതി അവിടെ ചെല്ലുമേ, അതാണ് എന്റെ പത്രപ്രവർത്തനത്തിന്റെ ഏറ്റവും തുടക്കത്തിലുള്ള ഇതെന്ന് പറയുന്നത്. ഞാൻ അവിടെ ചെല്ലുമേ ഒരു പത്രക്കാരന് ഈ വിഷയം ഇത് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ എല്ലാവരും അവിടെ ഉണ്ട്. ഞാനാണ് എന്റെ ചെറിയ ഫോണിലെ ക്യാമറയിൽ ഈ വഖഫ് വിഷയം കൊണ്ടുവന്ന് അവിടുത്തെ പാവങ്ങളുടെ ഇത് നോക്കി കഴിഞ്ഞപ്പോ ഇപ്പൊ ഇവർക്കൊക്കെ അവിടെ വന്ന് റിപ്പോർട്ട് ചെയ്യാന്നായി. എന്നാലും നിങ്ങളൊന്ന് ആലോചിച്ചേക്ക്, കോൺഗ്രസ് പാർട്ടിയില് KC വേണുഗോപാല് ഇങ്ങനെയുള്ള ടീമുകൾ ലോക്സഭയിൽ പോയിട്ട് പറയാ വഖഫ് അയ്യോ അത് ഭയങ്കര ഇവരുടെ പാവങ്ങളല്ലേ, സമൂഹത്തിന്റെ അല്ലേ, അപ്പൊ മറ്റുള്ളവരുടെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും സമൂഹമല്ലേ? അത് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ മാതിരി മീഡിയ വണിലൊക്കെ ഇവര് പച്ചനിരുന്നാണ് പറയാ. ഒരു ഔട്ട് ഓഫ് ഫോക്കസ് എന്നൊക്കെ പറഞ്ഞിരുന്നിട്ട് കൈരളി അയാൾ ഫാഷൻ ഷോ കാണിച്ചിറക്കാം, അയാളുടെ മോനാണെങ്കിൽ എന്നിട്ട് പരിപാടി, ആളുടെ മോൻ അവിടെ തീവ്രവാദികൾക്ക് വേണ്ടിയിട്ട് കിടന്ന് പറയുന്നത്. അപ്പൊ ഈ കേരളത്തിന്റെ കാര്യം പറയാൻ ആരില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ മൈക്കെടുത്ത് ഞാൻ തന്നെ പറയും ഈ ഇതൊക്കെ നടക്കുന്നത് തനി ഉടായ്പണ് നോണയെന്ന് ഇവർ പറയണ കൈരളി ചാനലും മീഡിയ വണിലൊക്കെ പറഞ്ഞത് പക്ക നോണയാണ്. ഇത് കേരളത്തിന്റെ ജനങ്ങളുടെ കാര്യങ്ങളൊന്നും യുവമാര് പറയണമെന്നില്ല. അപ്പൊ ഞാൻ ഒരു പത്രക്കാരനായ വേണ്ടി വന്നു. ഞാൻ ഈ ജോലിയൊക്കെ ഉപേക്ഷിച്ച് ഇതിന് വന്നത് പത്രക്കാരനായിട്ട് വന്നു. എനിക്കൊരു പേടിയുണ്ടായിരുന്നു. ഈ പത്രപ്രവർത്തനം സത്യം വിളിച്ചു പറയുന്നുണ്ട് ആൾക്കാർ കാണാൻ തുടങ്ങി, എല്ലാവരും കാണാൻ തുടങ്ങി. അതുകൊണ്ട് എന്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ ഞാൻ വീണ്ടും ഊബറൊക്കെ ഓടിക്കാൻ പോകണമെന്ന് വിചാരിച്ചതാ. ഊബർ ഓടിക്കാൻ പോകണമെന്ന് വിചാരിച്ചപ്പോ 5 പൈസ ഇല്ലാത്ത സ്ഥിതിയാ. ജോലി രാജിവെച്ചു, നമ്മുടെ വട്ടച്ചെലവിന്റെ കാര്യം നടക്കേണ്ടതായി. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഊബർ വീണ്ടും ഓടിക്കാൻ പോവേണ്ടി വരും എന്ന് വിചാരിച്ചപ്പോണ് ഈ പ്രമോദ് രാമനും മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ഒക്കെ കൈരളി ചാനൽ കണ്ടപ്പോ തോന്നി പച്ച നോണ മനുഷ്യന്റെ മുഖത്ത് നോക്കി വിളിച്ച് പറയുന്ന ഇവര്, എന്നിട്ട് ആൾക്കാരെ പറ്റിച്ച് എല്ലാം സുഡാപ്പികൾ കൊണ്ടുപോണ്. അപ്പൊ നിങ്ങൾ നേരത്തെ വന്ന ചോദ്യം, അപ്പൊ ഈ സമൂഹത്തിൽ തന്നെ ഉള്ളവര് എന്നോട് പറഞ്ഞു നീ വെച്ചലക്കിക്കോ, തനി കൂട്ടായപ്പോ ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. കാരണം അവരൊരു സംഘടിത ഗ്രൂപ്പാണ് 25%. അപ്പൊ ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല, നീ അലക്കിക്കോ. പിന്നെ കുറെ ആൾക്കാരെ പറ്റിക്കുന്നത് കമ്മികള്. ഈ കമ്മികളുണ്ടല്ലോ, കമ്മികള് സുഡാപ്പിയുടെ കാര്യം പറഞ്ഞ അപ്പ സുഡാപ്പികളുടെ കാര്യത്തിന് വേണ്ടി അവര് അപ്പ അതിന്റെ ഉള്ളില് വന്നിട്ട് അവര് ഒരു ജാതി പരിപാടിയാ. ഈ എന്തിട്ട് ഒരു ജാതി ഈ പറഞ്ഞോളം സുഡാപ്പികളെ കമ്മികൾക്ക് പേടിയാ, കോൺഗ്രസിന് പേടിയാ, എല്ലാവർക്കും പേടിയാ. എന്നാ ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും കാര്യം വരുമ്പോ ഇവന് ആരും ഉണ്ടാവൂല. സുഡാപ്പിയുടെ കാര്യങ്ങൾ എങ്ങനെയെങ്കിലൊക്കെ ഇവര് വാങ്ങിയെടുക്കും ചെയ്യും. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി ഊബർ ഓടിക്കണ്ട, വട്ടച്ചെലവിന് വേണ്ടിയിട്ട് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് നമ്മുടെ വട്ടച്ചെലവും വീടിന്റെ മോർഗേജ് ഒക്കെ അടച്ച് സുഖമായിട്ട് ജീവിക്കാമെന്ന് ഞാൻ തീരുമാനിച്ചത്. ഗംഭീരം. താങ്കളെ ഏകദേശം 10-25 വർഷമായി ഇന്ത്യയിൽ നിന്ന് പുറത്തു വന്നിട്ട് അല്ലെ, അമേരിക്കയിൽ താമസിക്കാൻ വേണ്ടിയിട്ട്. താങ്കൾ ഇപ്പോഴും ഈ കോഴിവാസുവിന്റെയും സുരഭി തിയേറ്ററും ഈ ചാലക്കുടി ബസ് സ്റ്റാൻഡിന്റെ അതേ കൾച്ചറാണല്ലോ താങ്കൾക്ക് ഇപ്പോഴും? ഒരു മാറ്റമല്ലോ. എന്താണ് ഇതിന് ഈ ഭാഷയും മാറ്റമല്ലോ? താങ്കൾ എവിടെയായിരുന്നു? അമേരിക്ക തന്നെയായിരുന്നു എക്സാക്ട്ലി 25 വർഷം. എന്റെ പൊന്നു മാഷ, നമ്മള് നമ്മുടെ വന്ന നാടിനെ മറക്കാൻ പറ്റുമോ? ചാലക്കുടിയില് വാസവരന്റെ കടയിൽ പോയി നമ്മള് ഒരു ഭക്ഷണം കഴിച്ച് അത് നമ്മുടെ ആ രുചി നമ്മുടെ വായിന്ന് പോവോ? വാസവരന്റെ കടയിൽ നിന്നുള്ള ഭക്ഷണം ഇന്നും നമ്മുടെ വായിന്ന് ആ രുചി പോവില്ല. അത് തന്നെയല്ല ചാലക്കുടിയും ആ പ്രദേശവും ആ ഗ്രാമങ്ങളും ഇന്ന് ചെല്ലുമ്പോഴും നല്ല സ്നേഹമുള്ള ആൾക്കാരും. നമ്മൾ പിന്നെ എങ്ങനെയാ അത് മറക്കണേ? എപ്പോഴും നമുക്ക് സമയം കിട്ടിയാലും നമ്മൾ പോവും. അതിന്റെ പേരിലൊക്കെ തന്നെയാണ് ഈ ചാലക്കുടി പോകേണ്ട കാര്യം കൊണ്ട് തന്നെയാണ് ഞാൻ ജോലിക്കൊന്നും പോവാത്തെ. നമുക്ക് ഇഷ്ടമുള്ളപ്പോ പോവാം, പത്രപ്രവർത്തനം നടത്താം, ചാലക്കുടി പോകേണ്ട സമയത്ത് ചാലക്കുടി പോവാം. അങ്ങനെ സുഖമായിട്ട് ഇങ്ങനെ വാർത്ത വായിച്ച് നടക്കാലോ. ഇവര് നോള പറയണത് നമ്മ പൊളിച്ചടക്കി കൊടുക്കും. അത്രയും ചെയ്താൽ മതി. ജനങ്ങൾക്ക് സത്യം കേൾക്കണതുകൊണ്ടല്ലേ ഇപ്പൊ ഞാൻ വലിയൊരു പത്രക്കാരനായത്. എന്നെ ജനങ്ങൾ എന്താണ് കേരളത്തിലെ പൊതുസമൂഹം നല്ലൊരു പത്രക്കാരനാണെന്ന് പറയാൻ കാരണം എന്താ? ഞാൻ ഈ സത്യം മുഴുവൻ വിളിച്ച് പറയണ്. ആ ദാവൂദൊക്കെ ഉണ്ടല്ലോ ഇവിടുത്തെ നമ്മുടെ മീഡിയ വണ്ണിൽ നീ കണ്ടണ്ട നോണ പറയണ്. അതായത് നമ്മളൊക്കെ വരുന്ന സമയത്ത് കേരളത്തിൽ ഇത്തിരി ബുദ്ധിയും വിവരമൊക്കെ ഉണ്ടായി പോയി. ഇപ്പിണ്ടല്ലോ ഇരുന്നിട്ട് പറയാ ആ സിനിമാറിനെ കൊന്ന സമയത്ത് ഞാനിത് കണ്ടപ്പോ എനിക്ക് ആകെ കേരളം ഈ ലെവലിലായ മൂസാ നബിയുടെ വടിയാന്ന് ഏത് സിനിമാർ എറിഞ്ഞ വടി. ഇതൊക്കെ ആർക്ക് കേരളത്തിലെ പിള്ളേരോടൊക്കെ ഇതൊക്കെ പറഞ്ഞേക്ക് ഇത് ഇങ്ങനെയുള്ള നോണ പറഞ്ഞ് എങ്ങനെ പറ്റണേ? കൈരളി ചാനല് അവന് വഖഫ് നേടാവ അപ്പോടും അവന്റെ മോന് റാഫാന്നും പറഞ്ഞത് ഇതൊക്കെ ഞാൻ പൊളിച്ചിറക്കി കൊടുക്കും. ഞാൻ ഇരുന്ന് സത്യം പറയും. ഇരുന്ന് നമുക്കൊരു ഇതുമില്ല, നമ്മൾ ഇരുന്ന് പറയും. അപ്പൊ ചെങ്ങാതി, അപ്പൊ നിങ്ങൾ പറയണത് ഈ ചാനലൊക്കെ പക്ക ഫ്രോഡാണ്. കള്ളന്മാര് ഇവർക്ക് എന്താ സത്യമുള്ള വാർത്ത വിളിച്ചു പറയാൻ പറ്റുമോ? ഇത് മനുഷ്യന്റെ കാര്യം പറ. ഇവര് സുഡാപ്പിന്ന് കേട്ടാ അവരുടെ ഇത് പറയാം. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 25% ഉള്ള സമൂഹത്തിന് 75% കേരളത്തിന്റെ എല്ലാം കൊണ്ടുപോകണം, എല്ലാം അവർക്ക് എഴുതി കൊടുക്കാണ്. ഇത് മാത്രം ഹിന്ദുക്കളും ക്രിസ്ത്യാനികൾക്കും ഒന്നുമില്ല. അപ്പൊ എനിക്ക് തോന്നി ഇത് നമ്മൾ വിളിച്ച് പറയണം. അങ്ങോട്ട് ഇത് പച്ചയായിട്ട് അങ്ങോട്ട് വിളിച്ച് പറയാ. 25 ചാനലുണ്ട് മലയാളം ഒക്കെ എത്തിന് അവരുടെ ഈ നേതാക്കന്മാരും പറയാനുള്ള കാര്യമുള്ളൂ. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ സത്യം വിളിച്ച് പറയുന്നു.
2026 ചാലക്കുടി മണ്ഡലത്തിന് മത്സരിക്കാൻ താല്പര്യമുണ്ടോ സാറിന്? അതൊന്നും വേണ്ട. നമുക്ക് ഈ നല്ല നേരും നെറിവുള്ള നേതാക്കന്മാര് വളർന്നു വരട്ടെ, അവരെ കൊണ്ടുവരാന്നുള്ളത് മാത്രമാണ് നല്ല അവസരങ്ങളുണ്ട്. ഞാൻ വിളിച്ചു പറയും 2025 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷനും. പിന്നെ ഇപ്പൊ ഞാൻ നടത്തുന്നില്ലേ കോൺഗ്രസ് പാർട്ടിന് ഇപ്പൊ ഗാന്ധിജി തുടങ്ങിയ കോൺഗ്രസ് പാർട്ടിന് ഇപ്പൊ കോൺഗ്രസ് പാർട്ടി എന്ന് പറയണേ. അത് ഇവിടെ എറണാകുളത്തൊക്കെ ഇത്ര ഹിന്ദുക്കളും ഇതുള്ളടത്ത് ഒരു ഷിയാസിനെ കൊണ്ടിരുത്തിയൊക്കെ DCC പ്രസിഡന്റ് ആയിട്ട് നമുക്ക് പറ്റുമോ? ഈ 10% ആലപ്പുഴ മണ്ഡലത്തിലെ മുസ്ലിം ഭൂരിപക്ഷം. ഇവിടെയും ഷാനിമോൾ ഉസ്മാനും ആരിഫും 10%. ഇവര് പറയും മതം പറയില്ലേ, വർഗീയത പറയില്ലേ, അയ്യോ വർഗീയവാദി ആവല്ലേ. എന്നെ വർഗീയവാദി എന്ന് വിളിച്ചോ, ക്രിസംഗി എന്ന് വിളിച്ചോ, സംഗീ എന്ന് വിളിച്ചോ, ഞാൻ പക്ക വർഗീയവാദിയായിട്ട് തന്നെ സത്യം വിളിച്ചു പറയും. എന്തിനാ ഈ 10% ആലപ്പുഴയില് ഷാനിമോൾ ഉസ്മാനെ കൊണ്ടുവരുത്തിയാണ് കോൺഗ്രസ്, അതല്ലെങ്കിൽ ആരിഫിനെ കൊണ്ടുവരുത്തിയാണ്? 90% ഹിന്ദുക്കള് മുസ്ലിം ക്രിസ്ത്യാനികൾക്ക് നിൽക്കാൻ പറ്റില്ലേ? ഇതൊക്കെ നമ്മൾ ചോദിക്കണം, പച്ചനെങ്ങനെ ചോദിക്കണം. മറ്റു ചാനലുകൾക്ക് അത് പറയാൻ പറ്റില്ല, നമ്മളത് വിളിച്ചു പറയും, പച്ചനെങ്ങനെ വിളിച്ചു പറയും. എന്നിട്ട് നമ്മളെ കാണുന്നില്ല. നിങ്ങൾ കണ്ടോ ഞാൻ വിചാരിച്ചു ഇതൊക്കെ കമ്മികളും കോൺഗ്രസ്സുകാരൊക്കെ. ഇതിന്റെ വാസ്തവം ഞാൻ പറയട്ടെ, ഈ കമ്മികളും കോൺഗ്രസ്സുകാരും തന്നെ നമുക്ക് ചോർത്തി തരുന്ന കാര്യങ്ങൾ. മോനെ നീ വിളിച്ചു പറയാം, ഞങ്ങൾ ഇത്ര നാള് ഈ സാധനം ഇംഗ്ലം സിന്ദാബത്ത് വിളിച്ച് പറഞ്ഞു, പക്ഷെ ഉള്ളിൽ ഇപ്പോഴും നിൽക്കണ്. കാരണം എന്താ വെച്ചാല് പാർട്ടി വിട്ട് വേറെ പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നിൽക്കണതാണ്. മോനെ ഇതൊക്കെ വിളിച്ചു പറഞ്ഞാൽ എത്ര മെസ്സേജ്, ചാറാ മെസ്സേജാണ് എന്റെ ഫോണിൽ വരുന്നത് ദിവസം. കോൺഗ്രസ്സുകാരെയും കമ്മ്യൂണിസ്റ്റുകാരെയും മെസ്സേജ് നീ അങ്ങോട്ട് വിളിച്ച് പറയുന്നു പറഞ്ഞിട്ട് ഇത് നമ്മള് പിന്നെ അങ്ങോട്ട് വിളിച്ചു പറയണ്. ഇപ്പൊ തൃശ്ശൂർ ഭാഷയാണെങ്കിലും വാർത്തയായ പോരെ. നമ്മൾ തൃശ്ശൂർ ഭാഷയിൽ വാർത്ത പറയും, അതിനിപ്പോ എന്താ കുഴപ്പം? അച്ചടി ഭാഷയിൽ പറയണില്ല, അത്രേ ഉള്ളൂ. ഇത്ര ഞാൻ ജനങ്ങളോട് ഞാൻ സത്യം വിളിച്ചു പറയും. നമ്മൾ ഉള്ള കാര്യം അങ്ങോട്ട് വിളിച്ചു പറയാം, അത്രേ ഉള്ളൂ നമ്മുടെ കാര്യം. സിമ്പിളാ.